ഇതെന്ന് പറയുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. അത് ഒരു എന്താ പറയുക, ഫിലോസഫിക്കലി എന്താ പറയുക, അതിൻ്റെ കൺസെപ്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണത്. ഓക്കെ, ദിസ് ഈസ് ആൾമോസ്റ്റ് ലൈക്ക് എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് എല്ലാവരും ചെയ്തു. ഒരു പോയിന്റ് സോഴ്സ് നിന്ന് അതിൻ്റെ പവർ 1 വാട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 500 നാനോമീറ്റർ. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോഴ്സ് ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും? ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോണിൻ്റെ എനർജി നമ്മൾ കണ്ടുപിടിച്ചു. ഒരു ഫോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിച്ചിട്ട് പവർ നമുക്കറിയാം. പവർ എന്ന് പറഞ്ഞാൽ എനർജി ഇൻ എ സെക്കൻഡ്, ജൂൾസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺ എമിറ്റ് ചെയ്തു എന്ന് നമ്മളെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാവരും അത് ഇട്ടിട്ടുണ്ട്. ഒരുവിധം എല്ലാവരുടെയും ആൻസറൊക്കെ കറക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് കൺഫ്യൂഷൻ. സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ S0 എന്ന് പറയുന്ന ഒരു സോഴ്സ് നിന്നാണ് ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹലോ, നിങ്ങൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ദർശന? ഓക്കെ, അതൊരു PDF ഫയൽ കണ്ടോ? അസൈൻമെന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിലെല്ലാം ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞാനിത് കഴിഞ്ഞ ഈ വീഡിയോ ഇടാം, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓക്കെ, വി വിൽ കണ്ടിന്യൂ. അപ്പോൾ അതിലെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. വേവ് ലെങ്ത് തന്നു, പവർ തന്നു. സോ അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺ ആ ലൈറ്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്നുണ്ട്, S0 എന്ന് പറയുന്ന സോഴ്സ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.5 × 10⁻18 ഫോട്ടോൺസ് പെർ സെക്കൻഡ്. അത്രയും കറക്റ്റാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സിംഗിൾ സ്ലിറ്റ് S വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സർക്കുലർ അപ്പർച്ചർ, ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഓപ്പണിംഗ്. ഓക്കെ, അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഈസ് 0.02 സെൻറ്റിമീറ്റർ. ഓക്കെ, വളരെ ചെറിയൊരു അപ്പർച്ചറാണ്. ഓക്കെ, ആൻഡ് ഈ അപ്പർച്ചർ ഇരിക്കുന്നത് ഈ ലൈറ്റ് സോഴ്സ് നിന്ന് 100 സെൻറ്റിമീറ്റർ എവേ, ദാറ്റ് ഈസ് 1 മീറ്റർ എവേ. ഓക്കെ, അപ്പോൾ ഇതിലെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് സോഴ്സ് നമ്മൾ പറഞ്ഞപ്പോൾ കണ്ടുപിടിച്ചു 2.5 × 10⁻18 ഫോട്ടോൺസ് പെർ സെക്കൻഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ എമിറ്റ് ചെയ്യുന്നത്? ഇൻ ഓൾ ഡയറക്ഷൻസ്. ഓക്കെ, ന്യൂട്ടൺസ് കോർപ്പസ്കുലർ തിയറി പറയുന്നത് എന്താ പറയുന്നത്? എവറി ലുമിനസ് ബോഡി എമിറ്റ്സ് കോർപ്പസൽസ് ഇൻ ഓൾ ഡയറക്ഷൻസ് യൂണിഫോംലി. ഓക്കെ, അപ്പോൾ ഗ്ലോ ചെയ്യുന്ന ഒരു വസ്തു അതെന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ഡയറക്ഷനിലും യൂണിഫോം ആയിട്ട് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഫോട്ടോൺസ് അല്ലെങ്കിൽ ടൈനി പാർട്ടിക്കിൾസ് കാൾഡ് കോർപ്പസൽസ്. ഓക്കെ, അത് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് യൂണിഫോം ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സെൻട്രലിൽ നിന്ന് ഒരു സെക്കൻഡിൽ ഇത്രയും ഫോട്ടോൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ആ പെരിഫറൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ സ്ഫിയർ. ഒരു സ്ഫിയർ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന പോലെയാണ് ലൈറ്റ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ഫിയർ ഇങ്ങനെ വലുതായി വന്നിട്ടാണ് ഈ സ്ലിറ്റിൻ്റെ അവിടെ വന്നിട്ട് പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ലിറ്റിൻ്റെ അവിടെ പതിക്കുമ്പോൾ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അതിലൂടെ മാത്രമേ ലൈറ്റിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൂടെ വരുന്ന ഫോട്ടോൺസിന് മാത്രമേ ആ സ്ലിറ്റിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ ആ സ്ലിറ്റിൽ ആ ഏരിയ ഓഫ് സ്ലിറ്റ് സർക്കുലർ സ്ലിറ്റ് ആണെന്ന് പറഞ്ഞു. ആ ഏരിയ സർക്കുലർ അപ്പർച്ചർ, ആ ഏരിയ ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻ എ സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചു ഒരു സെക്കൻഡിൽ 2.5 × 10⁻18. സോ ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ. ഓക്കെ, 1 മീറ്റർ റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഏരിയനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ഏരിയ കിട്ടും. അതിനെ ആ സർക്കുലർ അപ്പർച്ചറിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് പാസിങ് ത്രൂ ദ സ്ലിറ്റ് എസ്. ഓക്കെ, എസ് എന്ന് പറയുന്ന സ്ലിറ്റിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനത് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.5 × 10⁻18 ഡിവൈഡഡ് ബൈ 4πr². ഒരു സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്.
where capital R is the radius of the sphere. ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ്, അതായത് S0 ന്ന് S വരെയുള്ള ഡിസ്റ്റൻസ്, അതായിരിക്കും അതിന്റെ റേഡിയസ്. ഓക്കെ, അതിനെ ആ ചെറിയ സർക്കുലർ അപ്പർച്ചറിന്റെ ഏരിയയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സർക്കുലർ അപ്പർച്ചറിലൂടെ പാസ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ എണ്ണം, ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് 2.5 into 10 power 10 photons per second. ഒരു സെക്കൻഡിൽ 2.5 into 10 power 10 photons. ഓക്കെ, അത് എസ് എന്ന് പറയുന്ന അപ്പർച്ചർ ക്രോസ് ചെയ്തു വന്നു. ഓക്കെ, ഇനി അവിടെ നിന്ന് നോക്കിയാൽ അറിയാം എസ് ക്രോസ് ചെയ്യുന്ന ഫോട്ടോൺസിന് കംപ്ലീറ്റ് ഹെമിസ്ഫിയറിൽ കംപ്ലീറ്റ് സ്ഫിയർ ആയിട്ട് ലൈറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പോകാൻ പറ്റുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹെമിസ്ഫിയർ. അവിടുന്ന് അങ്ങോട്ട് എസിന്റെ അപ്പുറത്തേക്ക് ലൈറ്റിന് ഒരു ഹെമിസ്ഫിയറിൽ മാത്രമേ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം മറ്റേ സൈഡ് ബ്ലോക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്പർ ഓഫ് ഫോട്ടോൺസ് എസ് എന്ന് പറയുന്ന സ്ലിറ്റ് ക്രോസ് ചെയ്തു. Now we will see the next session. Okay, so next sessionൽ സോ ഈ സ്ലിറ്റിലൂടെ ഈ സ്ലിറ്റിലൂടെ എസ് എന്ന് പറയുന്ന സ്ലിറ്റിലൂടെ 2.5 into 10 power 10 ഫോട്ടോൺസ് ആണ് എമിറ്റ് ചെയ്തത്. ഓക്കെ, സോ അതൊരു ഹെമിസ്ഫിയറിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ S1 എന്ന് പറയുന്ന സ്ലിറ്റ്, അത് കഴിഞ്ഞ് എസിന്റെ അപ്പുറത്ത് 1 മീറ്റർ അപ്പുറത്ത് 2 സ്ലിറ്റുകളുണ്ട്, S1 ഉണ്ട് S2 ഉണ്ട്, സൈഡ് ബൈ സൈഡ്. ഓക്കെ, യങ്സ് ഡബിൾ സ്ലിറ്റിൽ ചെയ്ത പോലെ സൈഡ് ബൈ സൈഡ് S1 ഉണ്ട് S2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ S1ലൂടെ പുറത്തേക്ക് പോകുന്ന ഫോട്ടോൺസ് പെർ സെക്കൻഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്ന സ്ലിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോട്ടോൺസ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 2.5 into 10 power 10. ഓക്കെ, ദെൻ അത് S1 എത്തുമ്പോഴേക്കും ദാറ്റ് ലൈറ്റ് എക്സ്പാൻഡ്സ് ഇൻ എ ഹെമിസ്ഫിയർ. ഞാൻ പറഞ്ഞു ഒരു ഹെമിസ്ഫിയറിലാണ് എക്സ്പാൻഡ് ചെയ്യുക, പകുതി മാത്രമേ ഉള്ളൂ, ഒരു സ്ഫിയറിന്റെ കംപ്ലീറ്റ് ഇല്ല, പകുതി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ ആ സ്ലിറ്റ് ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ്, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എഗെയിൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഏരിയ ഹെമിസ്ഫിയറിന്റെ ഏരിയ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടി വരിക. സോ 2.5 into 10 power 10നെ ഹെമിസ്ഫിയറിന്റെ ഏരിയ ആയിട്ടുള്ള 2πr² കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇൻറ്റു ഏരിയ ഓഫ് ദ സ്ലിറ്റ് S1 πr². ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? സോ വാട്ട് വി ഗോട്ട് ഈസ് 500 photons per second, that is crossing the slit S1. സോ S1 എന്നുള്ള സ്ലിറ്റിൽ കൂടെ എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട് ഇൻ എ സെക്കൻഡ്? 500 ഫോട്ടോൺസ്. ഓക്കെ, ദെൻ S2 എന്ന് പറയുന്ന സ്ലിറ്റിലൂടെയും ദ സെയിം നമ്പർ ഓഫ് ഫോട്ടോൺസ് വിൽ ഗെറ്റ് പാസ്ഡ് ത്രൂ ദ സ്ലിറ്റ് S2. ഓക്കെ, അപ്പോൾ S1ലും S2ലും ചേർത്തിട്ട് ആകെ മൊത്തം എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് 500 500 1000 1000 ഫോട്ടോൺസ് ഇൻ എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്നുള്ള ആ ഒരു പാർട്ടീഷൻ, അതിലാണ് 2 സ്ലിറ്റ് ഉള്ളത്, S1ഉം S2ഉം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാവുന്ന ഫോട്ടോൺ എന്ന് പറയുന്നത് 1000 ഫോട്ടോൺസ് പെർ സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ് 1000 ഫോട്ടോൺസ്. ഓക്കെ, ഇനി അവിടെ നിന്ന് ഈ നമ്പർ ഓഫ് ഫോട്ടോൺസ് സ്ക്രീൻ ആയിട്ടുള്ള പി പ്രൈം എന്ന് പറയുന്നതിനെയാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. സ്ക്രീനിലേക്ക് എത്തണം. ഓക്കെ, ആ സ്ക്രീനിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എ ബിന്ന് ഒരു ഫോട്ടോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പി പ്രൈമിന് എത്താൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലൈറ്റിൻ്റെ വെലോസിറ്റി 3 into 10 power 8 ആണ്. സോ നമുക്കറിയാം ഡിസ്റ്റൻസ് കിട്ടി, വെലോസിറ്റി കിട്ടി. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ടൈം. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ദാറ്റ് ഈസ് 100 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ്, 3 into 10 power 8. ഓക്കെ, 100 സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കുക, 1 മീറ്റർ കിട്ടും. സോ 1/3 into 10 power 8 കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3.33 into 10 power -9 സെക്കൻഡ്സ്. അത്രയും ചെറിയ സമയം മാത്രം മതി S1ലൂടെ ഒരു ഫോട്ടോൺ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീനിലെത്താൻ, അല്ലെങ്കിൽ S2ലൂടെ ഒരു ഫോട്ടോൺ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിലെത്താൻ. ഓക്കെ, അപ്പോൾ
അത് കൂടി ഒരു സെക്കൻഡിൽ 1000 ഫോട്ടോൺ മാത്രമേ വരുന്നുള്ളൂ. ഒരു ഫോട്ടോൺ ക്രോസ് ചെയ്താൽ തന്നെ അത് 3.3 ഇൻറ്റു 10⁻⁻9 സെക്കൻഡ് കൊണ്ട് അത് പി പ്രൈമിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ. സോ അപ്പോൾ ഇത്രയും സമയം, ഇത്രയും ഷോർട്ട് ടൈമിൽ എത്ര ഫോട്ടോൺസ് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ടൈമിൽ 2 ഫോട്ടോൺസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റീജിയനിൽ ദർ ഇസ് എ ചാൻസ് ടു സീ 2 ഫോട്ടോൺസ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ദർ ആർ 1000 ഫോട്ടോൺസ് പെർ സെക്കൻഡ് ഇൻറ്റു ആ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ഓഫ് ഫോട്ടോൺസ് കിട്ടും. ഓക്കെ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 3.33 ഇൻറ്റു 10⁻⁻6 ഫോട്ടോൺസ്. ഓക്കെ. നോട്ട് ഈവൻ 1, ഒരു ഫോട്ടോൺ പോലും എത്തുന്നില്ല. ഓക്കെ. ഒരു ഫോട്ടോൺ, അതായത് വളരെ ചെറിയ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡ് ഒരു ഫോട്ടോൺ ക്രോസ് ചെയ്താൽ തന്നെ അത് വളരെ പെട്ടെന്ന് സ്ക്രീനിലെത്തും. അപ്പോൾ വളരെ മെല്ലെയാണ് ഫോട്ടോൺസ്, മീൻസ് മെല്ലെ എന്നല്ല, ഒരു ഫോട്ടോൺ വന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത ഫോട്ടോൺ വരുന്നത്. സോ ദാറ്റ് ഇസ് ദ മീനിങ്. സോ ഈ റീജിയനിൽ നമുക്ക് ഒരിക്കലും യു കനോട്ട് ഫൈൻഡ് 2 ഫോട്ടോൺസ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ദി പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. സോ നമ്മൾ പറഞ്ഞ ആദ്യം വി സ്റ്റാർട്ടഡ് വിത്ത് കോർപ്പസ്കുലർ തിയറി. സോ കോർപ്പസ്കുലർ തിയറി പറഞ്ഞത് ലൈറ്റ് എമിറ്റ്സ് ആസ് പാർട്ടിക്കിൾസ് ദാറ്റ് യൂണിഫോം ഇൻ ആൾ ഡയറക്ഷൻസ്. ഓക്കെ. അപ്പോൾ കോർപ്പസ്കുലർ തിയറി വെച്ചിട്ട് നമുക്ക് ഇൻ്റർഫറൻസ്, യങ്സ് ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ് വാസ് ദ ഡിഫിക്കൽട്ടി. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി വന്നു. വേവ് തിയറി വെച്ചിട്ട് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വന്നു. അത് കഴിഞ്ഞ് ക്വാണ്ടം തിയറി വന്നു. ഓക്കെ. ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ്. ലൈറ്റ് സംടൈംസ് ബിഹേവ്സ് ആസ് എ പാർട്ടിക്കിൾ, സംടൈംസ് ബിഹേവ്സ് ആസ് എ വേവ്. ഓക്കെ. അവിടെയും കൺസെപ്റ്റുകൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ ഒപ്റ്റിക്സിൽ പഠിക്കുന്ന ഇൻ്റർഫറൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ. സോ ദാറ്റ് വേവ് തിയറിയുടെ ബേസിലാണ് നമ്മൾ ഇൻ്റർഫറൻസ് പഠിക്കുന്നത്. രണ്ട് വേവ്സ് ഇൻ്റർഫിയർ ചെയ്യുന്നതാണെങ്കിൽ കൊഹിറൻറ്റ് സോഴ്സുകളെ ഇൻ്റർഫിയർ ചെയ്യുള്ളൂ എന്ന് പറയും. കൊഹിറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം വേവ് ലെങ്ത്, സെയിം ഫ്രീക്വൻസി, സെയിം ഫേസ്, ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലുള്ള അല്ലെങ്കിൽ ചെറിയ ഫേസ് ഡിഫറൻസ്, കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഉള്ള ലൈറ്റ് വേവ്സ് മാത്രമേ ഇൻ്റർഫിയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല. അപ്പോൾ അവിടെയും കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് വേവുകൾ വേണം ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവാൻ. ഓക്കെ. ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് മാറുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് പ്രകാരം ആകെ ഒരു സെക്കൻഡിൽ അറ്റ് എ ടൈം ഒരു സമയത്ത് ഒരു ഫോട്ടോൺ മാത്രമേ ആ സ്ലിറ്റിലൂടെ ക്രോസ് ചെയ്യുള്ളൂ. ഓക്കെ. 2 ഫോട്ടോൺ വരുന്നില്ല, അല്ലെങ്കിൽ 2 വേവ് വരുന്നില്ല. 2 വേവ് വന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉള്ളൂ പറയും. അല്ലെങ്കിൽ 2 ഫോട്ടോൺ വന്നാൽ മാത്രമേ, 2 ഫോട്ടോൺ ഒന്നിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. സോ അപ്പോൾ ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ വന്നു. സപ്പോസ് നിങ്ങൾ വളരെ മെല്ലെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്, അതായത് ഓരോ ഫോട്ടോൺസെയാണ് അറ്റ് എ ടൈം വരുന്നുള്ളൂ, ഒരു സമയത്ത് ഒരു ഫോട്ടോൺ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 2 സ്ലിറ്റിലെ ഏത് സ്ലിറ്റിലൂടെ ഫോട്ടോൺ പോകും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഈ ഫോട്ടോൺ എന്ന് പറയുന്നത് S1 സ്ലിറ്റിലൂടെ പോവോ S2 സ്ലിറ്റിലൂടെ പോകും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിൽ പവർ വളരെ കുറച്ചു, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവന്നു. 2 എന്താ പറയുക, സർക്കുലർ അപ്പർച്ചറുകൾ വെച്ചിട്ട് ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ കുറച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഒരു സമയം ഒരു ഫോട്ടോൺ മാത്രമേ വരുന്നുള്ളൂ, 2 ഫോട്ടോൺ വരുന്നില്ല. സോ ദർ ഈസ് നോ ചാൻസ് ഫോർ ഇൻ്റർഫറൻസ്. ഓക്കെ. പക്ഷേ ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ ഒരുപാട് നേരം അവിടെ ആ സ്ക്രീനിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോൺ വന്നിട്ട് യു വിൽ ഗെറ്റ് എഗെയിൻ ആൻ ഇൻ്റർഫറൻസ് പാറ്റേൺ. അത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു റിസൾട്ടാണ് ഇവിടെ വന്നത്. ഓക്കെ. ഇൻറ്റൻസിറ്റി വളരെ കുറച്ചു, ഓരോ ഫോട്ടോൺ മാത്രമേ വരുന്നുള്ളൂ. സോ അപ്പോൾ ദർ ഇസ് നോ ചാൻസ് ഫോർ ഇൻ്റർഫറൻസ്. ബട്ട് നമ്മളൊരു ലോങ് എക്സ്പോഷർ വെച്ചു, ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചിട്ട് ഒരുപാട് നേരം ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ ഫോട്ടോൺ 1 by 1 വന്നിട്ട് അവസാനം നമ്മൾ നോക്കുമ്പോൾ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിം നോക്കുമ്പോൾ, ഹലോ, പറയൂ. സർ, സൂരജിന് നെറ്റ് കട്ടായപ്പോ അവൻ
വീഡിയോ ഇത് പോയി. അപ്പൊ സാർ ഒന്ന് ആഡ് ചെയ്യോ അതിനെ? ഒരു മിനിറ്റ്. അവൻ വെയിറ്റിംഗ് ഓക്കെ അതന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂം മീറ്റിംഗ് ഓക്കെ ശരി, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് ഈ ഫോട്ടോൺ ഇൻറ്റൻസിറ്റി അല്ല, സോറി, ആ സ്ക്രീനിലെ ഇൻറ്റൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ യു ഗോട്ട് ആൻ ഇൻ്റർഫറൻസ് പാറ്റേൺ. സോ ആ ബിഹേവിയർ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഈ ഫോട്ടോൺ ഏത് സ്ലിറ്റിലൂടെ പോകുന്നുള്ളതാണ് ചോദ്യം. S1-ലൂടെയാണോ S2-ലെയാണോ? ബട്ട് അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു ഫോട്ടോണിന് തന്നെ അതിൻ്റെ മുകളിൽ തന്നെ ഇൻ്റർഫിയർ ചെയ്യാം, അത് രണ്ടിലൂടെയും പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കൊക്കെ എത്തുകയാണ്. ഓക്കെ, ആ കൺസെപ്റ്റിലേക്ക് തൽക്കാലം നമ്മൾ പോകണ്ട. അത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫോട്ടോൺ ഏതിലൂടെ പോകുന്ന മെഷർ ചെയ്യാനുള്ള അറ്റംപ്റ്റ്സും നടത്തിയിട്ടുണ്ട് ആൾക്കാർ. ഓക്കെ, പക്ഷെ അത് കണ്ടുപിടിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വൺസ് യു ട്രൈ ടു ഡിറ്റക്ട് ദിസ് ഫോട്ടോൺ, ആ ഫോട്ടോൺ ഏതിലൂടെ പോകുന്നു എന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സ്ലിറ്റിലൂടെ മാത്രമായിട്ട് മാറും. ആ എക്സ്പെരിമെൻ്റ് കൊളാപ്സ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിലും യു ആർ ടേക്കിംഗ് സം എനർജി ഓർ സം ഡിസ്റ്റർബൻസ് യു ആർ ക്രിയേറ്റിംഗ് ടു ദാറ്റ് സിസ്റ്റം. ഓക്കെ, സോ അത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡീപ്പ് കൺസെപ്റ്റ്സുകളാണ്, അതിലേക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ല. സോ ഇത് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആയിരുന്നു ക്വാണ്ടം മെക്കാനിക്സിന് വേണ്ടിയിട്ട്. ദാറ്റ്സ് വാട്ട് അതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു ആരോ ഒരാൾ ചെറുതായിട്ട് അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു വെച്ചു അസൈൻമെൻറ്റിൽ. അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയില്ല, നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടിയതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക്സ് ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്.